ഈ ഒരു വാണിംഗ് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇതുവരെ AI ടൂൾസ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നിലാവുകയോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മൾ AI ടൂൾസ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥാനത്ത് AI ടൂൾ അറിയാമെന്നുള്ളവൻ കയറി ഡിസൈൻ ചെയ്യും. നമ്മൾ ഇപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്ന ഡിസൈൻ പ്രോസസ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു കംപ്ലീറ്റ് ഡിസൈൻ വർക്ക് ഫ്ലോ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ആ ഒരു പാത്ത് തിരഞ്ഞെടുക്കൂ, അതേ ഇപ്പോൾ ചെയ്യുന്ന അതേ രീതി തിരഞ്ഞെടുക്കൂ. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു കംപ്ലീറ്റ് ഡിസൈൻ വർക്ക് ഫ്ലോ ആണ് ചെയ്ത് കാണിക്കുന്നത്. അതായത് ഫ്രം കോണ്ടന്റ് ക്രിയേഷൻ ടു വീഡിയോ മേക്കിംഗ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ChatGPT, DeepSeek, Grok AI ഈ 3 ടൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു എൻഗേജിങ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു പക്ക ഡിസൈൻ ഫ്ലോ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്, എങ്ങനെ AI സഹായത്തോടു കൂടി നമ്മൾ ഡിസൈൻ പ്രോസസ് സിംപ്ലിഫൈ ആയി ചെയ്യാൻ പറ്റുമെന്ന്, AI ഉപയോഗിച്ച് നിങ്ങളുടെ ഡിസൈൻ റിവ്യൂ ചെയ്ത് എങ്ങനെ മെച്ചപ്പെടുത്താം, നിങ്ങൾ ചെയ്ത സോഷ്യൽ മീഡിയ കണ്ടന്റ് AI ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്കൊരു ഡിസൈൻ വർക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റൊക്കെ ആണെങ്കിൽ അവർക്കൊരു എക്സാമ്പിൾ പറയാം. അവർക്കൊരു ഷൂസിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടായിരിക്കും. അവർ ഒരു ഇമേജ് അയച്ചു തന്നിട്ട് പറയും, ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് തരാമെന്ന് പറയും. മാക്സിമം സിനാരിയോ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അഡ്വർടൈസിങ് ഏജൻസിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിസൈൻ ബ്രീഫും കാര്യങ്ങളും കിട്ടുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ഇമേജ് അയച്ചു തന്നിട്ട് പറയും, ഈ ഡിസൈൻ ഒന്ന് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ഡിസൈൻ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യണം, ഇമേജ് തപ്പി പിടിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഒരു ഷൂവിൻ്റെ ഒരു ബ്രാൻഡാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉള്ളതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമുക്ക് എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ChatGPT പോലത്തെ AI സൈഡിലേക്ക് ChatGPT ഉപയോഗിക്കാം, Grok AI ഉപയോഗിക്കാം, DeepSeek ഉപയോഗിക്കാം, ഏതൊന്നും ഉപയോഗിക്കാം. എല്ലാത്തിൻ്റെ AI എല്ലാം മോഡൽ ഏകദേശമൊക്കെ സിമിലറാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ChatGPT ആണ്. ആദ്യം നമ്മൾ ഗൂഗിളിൽ പോവുക, എന്നിട്ട് ChatGPT സെർച്ച് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് കാണുന്ന ലിങ്കിലേക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. അതിൽ ട്രൈ ChatGPT കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇതുപോലത്തെ UI ഇൻ്റർഫേസ് കിട്ടും. നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗിൻ ക്രെഡൻഷ്യൽ, നമ്മൾ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തിട്ടില്ല, നമ്മൾ ഇതുവരെയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോം കിട്ടും. അതിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. ഇൻ കേസ് നമുക്ക് നമ്മുടെ ഇമെയിൽ ID ഇതിൽ ലോഗിൻ, വേറെ ഏതെങ്കിലും ഇമെയിൽ ID ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ID ഇവിടെ കാണിക്കും. അതിവിടെ കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ChatGPT ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ChatGPT കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടണമെങ്കിൽ ChatGPT പറയുന്ന കുറച്ച് രീതികളുണ്ട്. അതനുസരിച്ചായിരിക്കണം നമ്മൾ ഈ ChatGPTക്ക് പ്രോംപ്റ്റിംഗ് കൊടുക്കേണ്ടത്. അത് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ ChatGPTക്ക് അങ്ങോട്ടൊരു റോള് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ChatGPT വെച്ചിട്ട് ആദ്യം ഒരു കോണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ChatGPT അങ്ങോട്ട് പറയുകയാണ്, അതായത് ChatGPT, നീ ഇന്ന് മുതൽ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണം. ആക്ട് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഹു ഹാസ് 10 years ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ട് ChatGPTക്ക് കൊടുക്കുമ്പോൾ ChatGPTയുടെ റെസ്പോൺസ് അല്ല അതനുസരിച്ചായി. ഇനി നമ്മളുടെ കോണ്ടെക്സ്റ്റ് എന്നുള്ള ക്ലാരിറ്റിയോടുകൂടി ChatGPTക്ക് പറഞ്ഞു കൊടുക്കുക. എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്ററാണ് വർക്ക് ചെയ്യണമെങ്കിൽ അത് പറയാം, നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്ററിനാണ് വർക്ക് ചെയ്യുന്നത്, അതനുസരിച്ച് കോണ്ടന്റാണ് നമുക്ക് വേണ്ടതെന്ന്. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ? ഐ റൺ എ ഷൂ ഷോപ്പ് ആൻഡ് ഐ നീഡ് ടു അട്രാക്ട് മോർ ക്ലയൻറ്റ്സ്. ക്യാൻ യു ഗീവ് മീ എ കോപ്പി ഫോർ എ സോഷ്യൽ മീഡിയ പോസ്റ്റ് ദാറ്റ് വിൽ ഡ്രോ അറ്റൻഷൻ. ഇത് രണ്ടും കൊടുത്ത് ChatGPT റെസ്പോൺസ് അത്ര പോരായെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ പ്രോംപ്റ്റിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പറയാം, ഷോർട്ടായിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, മാർക്കറ്റിംഗ് ആസ്പെക്ട്സിലായിരിക്കണം നമുക്ക് കോണ്ടന്റ് വേണ്ടത്, ഒരു റീറൈറ്റ് വിത്ത് മോർ എന്തോസിസം വെച്ചായിരിക്കും നമുക്ക് കോണ്ടന്റ് വേണ്ടത്. ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു പർപ്പസ് ഇല്ല, അവസാനത്തെ പർപ്പസ് ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ എന്തിനു വേണ്ടി എന്ത് ക്രിയേറ്റ് ചെയ്യണത്, അതും കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ നമുക്ക് കിട്ടുന്ന ഇതിനൊരു കോണ്ടന്റ് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റാണ് ഞാനിപ്പോൾ ChatGPTക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ആക്ട് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഐ റൺ എ ഷൂ ഷോപ്പ് and I need to attract more clients. Can you create a compelling social media post that will draw attention, increase brand awareness, boost engagement and drive sales?
ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ കോണ്ടന്റ് ChatGPT-യിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം. വിത്തിൻ സെക്കൻഡ്സ് ChatGPT നമുക്ക് അതിൻ്റെ കോണ്ടന്റ് നമുക്ക് ഇവിടെ തരും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകണ്ട, ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ChatGPT മിനിറ്റുകൾ കൊണ്ട് ഏതാനും സെക്കൻഡ്സുകൾ കൊണ്ട് നമുക്ക് അതിൻ്റെ ഫുൾ കോണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് റിഫൈൻ ചെയ്തെന്ന് ചോദിക്കുന്നു. നമുക്ക് പോസ്റ്ററിൽ വെക്കേണ്ട ആഡ് കോപ്പിയാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുക. ഇപ്പോൾ ChatGPT കൊടുത്തപ്പോൾ ChatGPT-ക്ക് ആഡ് കോപ്പി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റിഫൈൻ ചെയ്യുകയാണ്. എനിക്കൊരു 10 ക്യാപ്ഷൻ വേണം. ജസ്റ്റ് ഞാൻ 10 ക്യാപ്ഷൻ അടിച്ചു കൊടുത്തു. ഇപ്പോൾ കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നോക്കിയേ, ChatGPT 10 ക്യാപ്ഷൻ നമുക്ക് തന്നിരിക്കുകയാണ് ഇപ്പോൾ പോസ്റ്റിൽ വയ്ക്കാൻ വേണ്ടി. ഇത്രയും 10 നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുമായിരുന്നു അല്ലേ. വിത്തിൻ സെക്കൻഡ്സ് നമുക്കിത് കിട്ടി. ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ആഡ് കോപ്പി ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് പേസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ChatGPT പോലത്തെ AI മോഡൽസ് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്, നമ്മുടെ ജോലി ചെയ്യാനല്ല. അപ്പം നമ്മൾ ChatGPT തരുന്ന റിസൾട്ട് ഒരിക്കലും അതുപോലെ കോപ്പി ചെയ്ത് വയ്ക്കാൻ പാടില്ല. നമ്മുടേതായിട്ടുള്ള ഹ്യൂമൻ ടച്ച് ഉറപ്പായിട്ട് അതിൽ കാണണം. അപ്പോൾ ഞാൻ ഈ ക്യാപ്ഷന് എൻ്റേതായ രീതിയിൽ പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്ന 10 നിന്ന് 2 ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കിയിട്ട് പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ വീഡിയോയിൽ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിന്ന് 2 സ്ഥലത്ത് നിന്ന് ഒന്നിൻ്റെ പകുതി അടുത്തതിൻ്റെ പകുതിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതുപോലെ ചെയ്യാതെ അത് ഇത് കഴിയുമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വീഡിയോ സെറ്റ് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ എടുത്തില്ലേ, ഇതിനെ നമ്മൾ ChatGPT ഒന്നും കൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കണം ഈസ് ഇറ്റ് ഗുഡ് എന്ന് ചോദിക്കുകയാണ്. ChatGPT പറഞ്ഞ് കുറച്ചും കൂടെ റിഫൈൻ ചെയ്തെടുക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ChatGPT നമുക്കൊരു ക്യാപ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഫൈനലൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഫൈനലൈസ് ചെയ്തു. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കണം, അയ്യോ ഇതിപ്പോൾ ഇംഗ്ലീഷിലെല്ലാം ടൈപ്പ് ചെയ്യണമല്ലോ, എനിക്കിപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ, അങ്ങനെയുള്ള ചിന്തയുണ്ടോ? ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. മംഗ്ലീഷ് അതിൽ ടൈപ്പ് ചെയ്യാം, ഒരു പ്രശ്നമല്ല. അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ പ്രോബ്ലം ശ്രദ്ധിച്ചാൽ മതി. ഈ പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുക. 10 ഇയേഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററായിട്ട് ആക്ട് ചെയ്യുക, സോഷ്യൽ മീഡിയ മാർക്കറ്റ് എക്സ്പെർട്ടായിട്ടും എനിക്കൊരു ഷൂ ഷോപ്പുണ്ട്, കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ക്യാച്ചി ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റർ വേണം, അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം, ബ്രാൻഡ് അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ, എൻഗേജ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാൻ, സെയിൽസ് ഡ്രൈവ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ ഒരു കോപ്പി തരുമോ? ജസ്റ്റ് സിമ്പിളായിട്ടാണ് കൊടുത്തേക്കണേ. ഇതിനെ കോപ്പി ചെയ്തിട്ട് ഞാൻ ChatGPT പേസ്റ്റ് ചെയ്യണം. കണ്ടില്ലേ, തികച്ചും വ്യത്യസ്തമായി അടുത്ത കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പഴയതുപോലെ ഇനി നമുക്ക് ചെയ്യാം. നമുക്ക് ഇനി ഇതിൻ്റെ ഫോളോ അപ്പും മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെ അറിയാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇനി നമുക്ക് പോസ്റ്ററിൽ വയ്ക്കാനുള്ള കുറച്ച് വേറെ ആഡ് കോപ്പി ആയി കഴിഞ്ഞ് ഇനി പോസ്റ്ററിൽ വയ്ക്കാൻ വേണ്ടി ഒരു സ്ട്രോങ് CTയും കൂടെ വേണം അല്ലേ. അപ്പോൾ അത് നമുക്ക് ChatGPT ഒന്നുകൂടെ ചോദിക്കും. ChatGPT തരും. അപ്പോൾ ഞാനൊരു ഗെറ്റ് US നൗ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമായിട്ട് തോന്നി, ഞാൻ അതിനെ സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു CT കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ വയ്ക്കുകയാണ്. ഓക്കെ, അത് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഇമേജ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഇമേജ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതാണ് അടുത്ത ടോപ്പിക്ക്. നമുക്ക് ഇനി അടുത്തൊരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു ഷൂവിൻ്റെ ഇമേജ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂളുണ്ട്. ഇപ്പോൾ ഒരു ഫ്രീ ടൂൾ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലിയനാർഡോ എന്ന് പറഞ്ഞ ഒരു AI ടൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. അത് നമുക്ക് ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു റോൾ അസൈൻ ചെയ്യുക, ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ, ആക്ട് ആസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുക. അതിനുശേഷം എനിക്കൊരു ഷൂസിൻ്റെ പരസ്യം ചെയ്യാനുണ്ട്, എനിക്ക് ഇന്നൊരു ഇമേജ് ജനറേറ്റ് ചെയ്യണം, ഒരു ഷൂസ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രോംപ്റ്റ് തരണമെന്ന് ഒരു ഇതിൽ പറഞ്ഞാൽ മതി. അത് ആ പ്രോംപ്റ്റ് വേണമെങ്കിൽ നമുക്ക് ChatGPT ജനറേറ്റ് ചെയ്യാം. അടുത്ത പറയുക ആക്ട് ആസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയർ, എനിക്ക് ഒരു ഷൂസിൻ്റെ ഒരു ഇമേജ് വേണം, അതിന് വേണ്ടി പറ്റിയൊരു പ്രോംപ്റ്റ് വേണം എന്ന് പറയാം. എന്നിട്ട് വല്ല ഹൈപ്പർ റിയലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷൂസാണ് വേണ്ടത്, അതായത് നല്ല റിയൽ ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഇവിടെ കിട്ടും. ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പ്രോംപ്റ്റ് ഫോർ ഇമേജിന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീനിലൊരു പ്രോംപ്റ്റ് കിട്ടി. ഈ പ്രോംപ്റ്റിനെ ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം
ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. ഇതിനായിട്ട് ആഡ് ആയ ഇൻ്റർഫേസ് ഇതാണ്. നമുക്ക് ഇതിൽ ഇമേജ് ക്രിയേഷൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഇമേജ് ക്രിയേഷൻ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ജനറേറ്റ് കൊടുത്താൽ മതി. നമുക്കിവിടെ നമ്മൾ ഇവിടെ ജനറേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഇമേജ് ഇവിടെ ജനറേറ്റ് ആകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ആയി. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് ഇങ്ങനെ ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുത്താൽ മതി. അത് ഡൗൺലോഡായിട്ട് വന്ന് കിടക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പോസ്റ്റർ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് തന്നെ ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ സ്പീഡിൽ അങ്ങ് ഡിസൈൻ ചെയ്യും. നിങ്ങൾക്ക് എന്നെക്കാളും സൂപ്പറായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യും. എന്നാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഒരു പോസ്റ്റർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളിവിടെ ഒരു ഡിസൈൻ്റെ റിവ്യൂ ChatGPT എങ്ങനെ തരുമെന്ന് നമുക്ക് നോക്കാം. ChatGPT വന്നതിന് ശേഷം ഇവിടെ ഞാൻ അതിനെ ആക്ട് ആസ് എ ആർട്ട് ഡയറക്ടർ എന്ന് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഹെഡ് എന്ന് കൊടുക്കാം. പ്ലീസ് റിവ്യൂ മൈ ഡിസൈൻ. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കൊടുക്കണം. പക്ഷെ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അത് മാത്രം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമേജ് ഒന്ന് ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മുടെ ഇമേജ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഡിസൈൻ ഇപ്പോൾ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് തരും നമുക്ക്. ഇതിൽ നമ്മുടെ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ChatGPT സൂപ്പറായിട്ട് പറഞ്ഞു തരും നമുക്ക്. ഇത്രയും നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ പോസ്റ്റിൽ നമുക്ക് വരുത്താൻ പറ്റും. ഇനി നിങ്ങളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളൊരു പോസ്റ്റർ കൊടുക്കുന്ന സമയത്ത് അവരെ ആഡ്സിന് ലീഡ്സ് കിട്ടുന്നില്ല, ആഡ് പെർഫോം ചെയ്യുന്നില്ല, ഡിസൈൻ മാറ്റുന്നൊക്കെ നിങ്ങൾ നമ്മളത്തെ എപ്പോഴും പറയാറുണ്ടല്ലോ. അതിന് നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത ആ ഡിസൈൻ പോസ്റ്ററിനെ ഒന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് പറയുക, എനിക്ക് സോഷ്യൽ മീഡിയ ആഡ്സ് റൺ ചെയ്യാനാണ് ഈ പോസ്റ്റർ വേണ്ടത്. അതിന് നല്ല രീതിയിൽ എനിക്ക് ഒരുപാട് ലീഡ്സ് വേണം, അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡ് അവയർനെസ് വേണം. അതിന് അഡ്വർടൈസിങ് ഫ്രെയിം വർക്കിൽ ഡിസൈൻ ചെയ്യാനുള്ള സജഷൻ തരണമെന്ന് പറയാം. അഡ്വർടൈസിങ് ഫ്രെയിം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. അഡ്വർടൈസിങ് ഫ്രെയിം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ കഴിയും. BAB, അതായത് ബിഫോർ ആഫ്റ്റർ ബ്രിഡ്ജ്, പിന്നെ FAB ഫീച്ചർ അഡ്വാൻറ്റേജ് ബെനിഫിറ്റ്സ്, അങ്ങനെ ഏകദേശം 12ഓളം ഒരു ഫ്രെയിം വർക്കുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്തുള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നൊരു ഫ്രെയിം വർക്കാണ് BAB, ബിഫോർ ആഫ്റ്റർ ബ്രിഡ്ജ്. അപ്പോൾ ഞാനൊരു ബിഫോർ ആഫ്റ്റർ ബ്രിഡ്ജിലേക്ക് ഇത് ഒന്ന് മാറ്റി തരാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് ഇവിടെ ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രോംപ്റ്റ് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അത്ര പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ തന്നെ നോക്കിക്കണം, നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള സജഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ ഇൻസ്റ്റാഗ്രാമിന് ഫേസ്ബുക്കിൽ കൊടുക്കേണ്ട കണ്ടൻറ്റ് വരെ, അതായത് വീഡിയോ കണ്ടൻറ്റ് വരെ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടി. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഈ ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് പോസ്റ്റർ മാത്രം മതിയെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോസ്റ്ററിൻ്റെ മാത്രം BAB ഫ്രെയിമിൽ നമുക്ക് ഒരു കോണ്ടൻറ്റ് തരും. കാണില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു കോണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് അഡ്വർടൈസ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടും. പക്ഷേ ഇത് അതുപോലെ നമ്മൾ ഒരിക്കലും കോപ്പി അടിക്കരുത്. ഇതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ കാണും, അത് മാത്രം എടുത്ത് വെച്ച് ചെയ്യുക. ഓക്കെ, പൂർണ്ണമായിട്ട് ഒരിക്കലും കോപ്പി അടിക്കരുത്. നമ്മളെ ക്രിയേറ്റീവ് സ്ട്രെങ്ത് നമ്മൾ 100% ഉപയോഗിക്കണം. ഇതിൻ്റെ ഒരു 60% ഉപയോഗിച്ചാൽ അതിൻ്റെ 40% നമ്മുടെ ഹ്യൂമൻ ടച്ച് ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്ത ഡിസൈനില്ലേ, അത് നമുക്ക് വീഡിയോയിലോട്ട് മാറ്റാൻ പറ്റും. ഇമേജ് ടു വീഡിയോ ജനറേറ്റിനുള്ള ഒരുപാട് ടൂളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള 2 ടൂൾ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. അല്ലാത്ത ടൂൾസ് ഒരുപാടുണ്ട്. അപ്പം ഈ 2 ടൂൾ ഉപയോഗിച്ച് ക്യാമറ മൂവ്മെൻറ്റോട് കൂടി നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ക്യാമറ മൂവ്മെൻറ്റ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. അതിന് കുറച്ച് ക്യാമറ മൂവ്മെൻറ്റ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ടോപ്പ് 5 ക്യാമറ മൂവ്മെൻറ്റിൻ്റെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്യാമറ മൂവ്മെൻറ്റ്
യൂട്യൂബിൽ വീഡിയോ ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, പ്രധാനമായിട്ടൊക്കെ നമ്മൾ AI-ലൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് ക്യാമറ മൂവ്മെൻ്റാണ്. സ്റ്റാർട്ട് വിത്ത് ആംഗിൾ ഷോട്ട്, സ്ലോ ഡിസെൻഡിങ് മോഷൻ, റൊട്ടേഷണൽ ആർക്ക്, ഫൈനൽ ക്ലോസ് അപ്പ് വിത്ത് ടിൽറ്റ്. ഇത് പ്രധാനപ്പെട്ട 4 ഇനി ഒരുപാടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-12 ക്യാമറ മൂവ്മെൻറ്റ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇതിലൊരു പ്രോംപ്റ്റ് വേണമല്ലോ. ആ പ്രോംപ്റ്റ് നമുക്ക് ChatGPT തന്നെ ഇതുപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ChatGPT വെച്ചിട്ട് ഇവിടെ ഒരു പ്രോംപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ചാണ് ആക്ട് ആസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയർ. എനിക്ക് ഇതുപോലത്തെ ഒരു എൻ്റെ ഒരു ഷൂസിൻ്റെ പോസ്റ്ററുണ്ട്. അതിന് തന്നെ എനിക്ക് ഈ ക്യാമറ മൂവ്മെൻറ്റോടുകൂടി എനിക്കൊരു വീഡിയോ വേണം. നേരത്തെ പറഞ്ഞ രീതി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ആക്ട് ആസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയർ. എനിക്ക് ഒരു പോസ്റ്ററുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പറയാം അതിൻ്റെ പ്രോംപ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രോംപ്റ്റ് കിട്ടും. ഇതിനെ കോപ്പി ചെയ്തതിന് ശേഷം ക്ലിങ് AI വന്നതിന് ശേഷം ഇവിടെയല്ലേ, കാരണം ഇവിടെ വന്നതിന് ശേഷം അതിന് പേസ്റ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഇല്ലേ, അതിനിതിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടും എൻഡും ഉണ്ട്. എൻഡും വേണമെങ്കിൽ നമുക്ക് ഷൂസിൻ്റെ വേറെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെയിം വേരിയേഷൻ തന്നെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ജനറേറ്റ് കൊടുത്താൽ മതി. അപ്പം ഫ്രീ വെർഷൻ ആണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ എടുക്കും. പെയ്ഡ് വെർഷൻ ആണെങ്കിൽ പെട്ടെന്നാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നമുക്ക് ഇവിടെ താഴെ വന്നതിന് ശേഷം നമുക്ക് ഫ്രീ ആണെങ്കിൽ ആ 5 സെക്കൻഡ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിൽ തന്നെ നമുക്ക് ക്യാമറ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് പ്രോംപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് വരാൻ പാടില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാനൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ ജനറേറ്റ് കൊടുക്കുകയാണ്. ഏകദേശം ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും ഇത്ര സമയം. ഇപ്പോൾ ഇവിടെ 3 മിനിറ്റാണ് കാണിക്കുന്നത്, ചിലപ്പോൾ കൂടുതൽ സമയം പഠിക്കും. അപ്പോൾ എനിക്കിതവിടെ കണ്ടില്ല. എനിക്കിതുപോലത്തെ ഒരു വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ 2 വീഡിയോ ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഡൗൺലോഡ് ചെയ്യണം. വേറൊരു AI ടൂൾ ഉണ്ട്, ഹേലോ AI. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. സെയിം ഞാനൊരു ഇമേജിനെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു, പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുന്നു, ശേഷം ഞാനിവിടെ ജനറേറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് അതുപോലത്തെ വേറൊരു വീഡിയോ നമുക്കിവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർമാർക്ക് കാണും. ഓക്കെ, പ്രശ്നമാക്കണ്ട. ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിനെ നമുക്കിനി പ്രീമിയറിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്ത് ആ ടെക്സ്റ്റും കൊടുക്കാം. അതിനുശേഷം നമുക്ക് AI വെച്ച് തന്നെ ഒരു ഓഡിയോയും ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് നമുക്ക് ഈ 3 വീഡിയോയ്ക്ക് നമുക്ക് പ്രീമിയറിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ നമുക്ക് ഒറ്റ ക്ലിപ്പായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വീട്ടിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് അനിമേഷൻ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് വലുതായി പോകും. അപ്പോൾ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു സൗണ്ട് എഫക്റ്റും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. അത് AI വെച്ചാണ്. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് സുനോ AI. അതിനോട് ഗൂഗിൾ വന്നതിന് ശേഷം സുനോ AI എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാതെ വേണമെന്നൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ മതി. ഇൻസ്ട്രുമെൻറ്റ് വേണോ, നോൺ ഇൻസ്ട്രുമെൻറ്റ് വേണോ, ലിറിക്സ് വേണോ എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻസ്ട്രുമെൻറ്റിൽ ഓണായി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, പ്രോംപ്റ്റ് നമുക്ക് പഴയ രീതി തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ChatGPT പോയിട്ട് ആക്ട് ആസ് എ മ്യൂസിക് ക്രിയേറ്റർ. അതിനിടെ എനിക്ക് ഇതുപോലൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അതിലേക്ക് കൊടുക്കാൻ വേണ്ടി ഈ ഒരു പ്രോംപ്റ്റ് ഇപ്പോൾ നമുക്കിവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ആയി. ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ സുനോ AIയിൽ ഒന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം. അതിനകത്തുള്ള ഒരു പ്രോംപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഒന്നുകൂടെ ChatGPT പോയതിന് ശേഷം പറയാം I need 200 ക്യാരക്ടറുകൾ. അപ്പോൾ ഇവിടെ 200 ക്യാരക്ടറിനകത്തുള്ള ഒരു സെറ്റപ്പ് ഒരു പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന മ്യൂസിക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. MP3 ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഈ ഡൗൺലോഡ് ചെയ്ത് തന്നെ നമുക്ക് പ്രീമിയറിലോ ആഫ്റ്റർ എഫക്ട്സിലോ ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഇമേജിനെ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു വീഡിയോയെ കുറച്ചും കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ച് അല്ലെങ്കിൽ DeepSeek ഇപ്പോൾ പറഞ്ഞ സെയിം മോഡലാണ് നമുക്ക് ChatGPT
DeepSeekലും ഗ്രോക്ക് AI, ഇത് മൂന്നും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായ ഐഡിയകൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പുതിയ AI അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ